പ്രേംകുമാറിനെ അനുനയിപ്പിക്കാൻ വീട്ടിലെത്തിയ കടകംപള്ളിക്ക് സമയം പിഴച്ചു. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയതിലുള്ള അതൃപ്തി പരസ്യമാക്കിയ നടൻ പ്രേംകുമാറിനെ അനുനയിപ്പിക്കാൻ CPM നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ട് വീട്ടിലെത്തി. തിരുവനന്തപുരത്തെ പ്രേംകുമാറിന്റെ വീട്ടിൽ കടകംപള്ളി എത്തിയെങ്കിലും അദ്ദേഹത്തെ നേരിൽ കാണാൻ സാധിച്ചില്ല. കടകംപള്ളി എത്തിയ സമയം പ്രേംകുമാർ വീട്ടിൽ ഇല്ലാതിരുന്നതാണ് അദ്ദേഹത്തെ കാണാതെ തന്നെ കടകംപള്ളിക്ക് മടങ്ങേണ്ടി വന്നത്. പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയായിരുന്നു ഈ സന്ദർശനം. കോൺഗ്രസിനെ പരിഹസിച്ച ബിനോയ് വിശ്വം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കുറ്റ്യാടിയിലെത്തിയപ്പോൾ നടന്ന സംഭവ വികാസങ്ങളിൽ കോൺഗ്രസിനെ പരിഹസിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സമ്പന്നമായ മലയാള ഭാഷയ്ക്ക് സ്നേഹത്തള്ളെന്ന പുതിയ വാക്ക് ലഭിച്ചെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പരിഹാസം. എന്നാൽ ഇതാണ് UDF എന്നും LDF എന്നാൽ ഭാവി വികസനം ക്ഷേമം എന്നാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDF മൂന്നാമതും അധികാരത്തിൽ വരും. കേരളം കൈവരിച്ച നേട്ടങ്ങളാണ് LDF. ആ നേട്ടങ്ങളിലേക്ക് നയിച്ച രാഷ്ട്രീയമാണ് LDFന്റെ എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നിക്ഷേപകർക്ക് നേതാക്കളോടല്ല സിസ്റ്റത്തോടാണ് വിശ്വാസം വേണ്ടതെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധിയെയും യുവതലമുറയുടെ വിദേശ പലായനത്തെയും കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങളുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. നമ്മുടെ മക്കൾക്ക് നാട്ടിൽ നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ നാം പരാജയപ്പെടുകയാണെന്നും വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുന്ന അടക്കമുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ നിക്ഷേപ മേഖലകളിൽ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച സംഭവത്തിൽ 2 SFI പ്രവർത്തകർ അറസ്റ്റിൽ. തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച സംഭവത്തിൽ SFI പ്രവർത്തകർ അറസ്റ്റിൽ. വിനയ്, സുർജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ പോലീസുകാർക്കെതിരെ കേസെടുത്തതിൽ സിറ്റി പോലീസ് കമ്മീഷണർ വിശദീകരണം തേടിയിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിലും വിശദീകരണം നൽകാൻ നിർദ്ദേശമുണ്ട്. പോലീസുകാരനും സഹോദരിക്കുമെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത്. ഭാര്യ ആക്രമിച്ചത് ചോദ്യം ചെയ്തതിന് ഭാര്യാമാതാവിന്റെ വീടിന് തീവെച്ച യുവാവ്. കോഴിക്കോട് മുക്കത്ത് പുതുപ്പാടി സ്വദേശി കുത്തുകുളങ്ങര വീട്ടിൽ റഷീദാണ് തീവെച്ചത്. സംഭവത്തിൽ ഇയാളെ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തു. വലിയപറമ്പ് തടത്തിലെ ജമീലയുടെ വീടാണ് കത്തി നശിച്ചത്. ജമീലയുടെ മകളും ഭർത്താവായ റഷീദും കൊടിയത്തൂരിലെ വാടക വീട്ടിലായിരുന്നു താമസം. അവിടെ വെച്ച് നിരന്തരം ഇയാൾ ഭാര്യയെ ഉപദ്രവിച്ചിരുന്നു.